സഹോദരി സഹോദരന്മാരെ, മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട ദീപ്ത വ്യക്തിത്വങ്ങളെയാണ് സ്വാഭാവികമായും ആദ്യമായും നമുക്ക് ഓർക്കേണ്ടത്. സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്ന പത്രാധിപർ KP കേശവമേനോൻ ഈ അക്ഷരോത്സവം തുടങ്ങിവെച്ച MP വീരേന്ദ്രകുമാർ, കാവ്യരംഗത്തെ ഭാവുകത്വ പരിണാമം സാധ്യമാക്കിയ NV കൃഷ്ണവാര്യർ, മലയാളിയുടെ സാഹിത്യബോധത്തെ നവീകരിച്ചുണർത്തിയ MT വാസുദേവൻ നായർ, അങ്ങനെ മാതൃഭൂമിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ സ്മരണയ്ക്കു മുന്നിൽ ആദ്യമായും ആദരം അർപ്പിക്കട്ടെ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും സാഹിത്യ പ്രവർത്തനത്തിനും അങ്ങനെ വിവിധ മേഖലകളിൽ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള സുദീർഘമായ ചരിത്രത്തിൻ്റെ പൈതൃകമുള്ള സാംസ്കാരിക പ്രസ്ഥാനമാണ് മാതൃഭൂമി. ലോക സാഹിത്യത്തിനും മലയാള സാഹിത്യത്തിനുമിടയിലെ വിലപ്പെട്ട കണ്ണിയായി മാതൃഭൂമി ഇരുന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെയും ആധുനിക പ്രവണതയെ മലയാളത്തിന് പരിചയപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളിയുടെ ഭാവുകത്വത്തെ ഗുണപരമായി മാറ്റിയെടുക്കുകയും ചെയ്ത പശ്ചാത്തലമാണ് മാതൃഭൂമിക്കുള്ളത്. ആ പൈതൃകത്തിന് നിരക്കുന്നതാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി സംഘടിപ്പിച്ചു പോരുന്ന ഈ അക്ഷരോത്സവം. കറൻസ് ഓഫ് ചേഞ്ച് അഥവാ പരിവർത്തന പ്രവാഹങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ അക്ഷരോത്സവം നടന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള മുഖങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ ഈ അക്ഷരോത്സവത്തിന് സാധിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അക്ഷരോത്സവത്തിനെത്തിയ വ്യക്തിത്വങ്ങളോട് കേരളത്തിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സംഭാവന നൽകിയ മഹാവ്യക്തിത്വങ്ങളെ കേരളീയർക്ക് സംവദിക്കാൻ കഴിയും വിധം ഇവിടെ എത്തിച്ച ശ്രീ ശ്രേയാസ് കുമാർ, ശ്രീ PV ചന്ദ്രൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള മാതൃഭൂമിയുടെ നേതൃനിരയെ അഭിനന്ദിക്കട്ടെ. സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സംവാദങ്ങൾക്കൊപ്പം സാമൂഹികമായ നിരവധി വിഷയങ്ങളിലുള്ള ചർച്ചകളും അക്ഷരോത്സവത്തിൽ നടന്നു. നമ്മുടെ സാമൂഹിക ജീവിതത്തെ ആത്മവിമർശനത്തോടെ സമീപിക്കാൻ ഇവിടെ നടന്ന ചർച്ചകൾ സഹായിച്ചിരിക്കണം. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളം അതീവ ഗൗരവമായി ഏറ്റെടുത്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം. നാടാകെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഉള്ളൊരു വലിയ പ്രസ്ഥാനമായി അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ എല്ലാ തുറകളുടെയും പങ്കാളിത്തം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ആ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഉത്തരവാദികളായ വൻകിടക്കാരുണ്ട്.
അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ടത്ര സഹകരിക്കുന്നില്ല, യോഗങ്ങൾ ചേർന്നാൽ തന്നെ ഏകണ്ഠമായ തീരുമാനങ്ങൾ വരുന്നില്ല എന്നതെല്ലാം പൊതുവെ നിരാശയുളവാക്കുന്നതാണ്. അപ്പം അതെല്ലാം വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് കാത്തിരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. നമുക്കാകാവുന്നത് നമുക്ക് ചെയ്യാം എന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാനം ആ കാര്യത്തിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. 2050 കേരളം ഒരു പൂർണ്ണ നല്ല അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അക്ഷരോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യുവജനതയുടെ സജീവമായ പങ്കാളിത്തമാണ്. അവർ വ്യത്യസ്തമായ സംവാദങ്ങൾ കേട്ടു, അവയിൽ പങ്കെടുത്തു. ഓരോ അക്ഷരോത്സവവും നമ്മുടെ യുവജനതയ്ക്ക് പകരുന്ന സർഗാത്മകമായ ഊർജമുണ്ട്. അത് എല്ലാ മേഖലകളിലും വലിയ ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല. ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക സഞ്ചാരത്തിൻ്റെ ഭൂപടത്തിൽ മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം തിളങ്ങുന്ന വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ പ്രധാന പ്രസാധനശാലകളെല്ലാം തന്നെ ഇപ്പോൾ വ്യത്യസ്ത ഉള്ളടക്കങ്ങളോടുകൂടിയ പുസ്തകോത്സവങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ പുസ്തകോത്സവത്തിലും അനേക കോടി രൂപയുടെ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ പുസ്തകോത്സവ സ്റ്റാളുകളിലെത്തി പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുകയും പുസ്തകോത്സവത്തോടനുബന്ധിച്ചുള്ള സെമിനാറുകളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ഉന്നതമായ സാംസ്കാരിക ശ്രേഷ്ഠതയുടെ ദൃഷ്ടാന്തമാണ്. വായനയ്ക്ക് മരണമില്ല എന്ന വിളംബരം കൂടിയാണിത്. ലോകത്താകെയുള്ള ഭാഷകളിൽ നിന്നുള്ള ഉത്കൃഷ്ട കൃതികൾ അതത് രാജ്യങ്ങളിൽ ഇറങ്ങുന്നതിന് തൊട്ടു പിന്നാലെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഭാഷയാണ് മലയാളം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള പ്രഗത്ഭനായ ഏതെഴുത്തുകാരനെയും സ്വന്തം എഴുത്തുകാരനായി കാണുന്ന സംസ്കാരമാണ് കേരളത്തിനുള്ളത്. തകഴിയും പൊൻകുന്നം വർക്കിയുമൊക്കെ എത്ര പരിചിതരാണോ അത്ര തന്നെ പരിചിതരാണ് മലയാളിക്ക് ടി.എസ്. എലിയട്ടും ഗബ്രിയേൽ ഗാർഷ്യോ മാർക്കോസുമൊക്കെ. അസ്തിത്വവാദം ഒരുപക്ഷെ സാർത്രൻ്റെ ഫ്രാൻസിനേക്കാൾ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കേരളത്തിലാവും. സർറിയലിസം പോലുള്ള സാഹിത്യ സങ്കേതങ്ങളെക്കുറിച്ചും പോസ്റ്റ് മോഡേണിസം പോലെയുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ ആദ്യം തന്നെ പഠനാർഹമായ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാഷയാണ് മലയാളം. ആ മലയാള ഭാഷയെയും മലയാളികളുടെ വായനാ സംസ്കാരത്തെയും കൂടുതൽ ഔന്നത്യത്തിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ് ഇതുപോലുള്ള പുസ്തകോത്സവങ്ങൾ. സമ്പന്നവും സമൃദ്ധവുമായ സാംസ്കാരിക പൈതൃകമുള്ള മാതൃഭൂമിക്ക് അതിനുള്ള സവിശേഷമായ ഉത്തരവാദിത്വമുണ്ടെന്നാണ് കരുതുന്നത്. ആഗോള സാഹിത്യ ആസ്വാദന നിലവാരത്തിലേക്ക് മലയാളക്കരയുടെ ആസ്വാദന നിലവാരത്തെ ഉയർത്തുന്ന മഹത്തായ കർമ്മമാണ് മാതൃഭൂമി അനുഷ്ഠിക്കുന്നത്. ഒരേ സമയം ലോക സാഹിത്യത്തിലെ തെളിവെളിച്ചങ്ങളെ നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ നാട്ടിലെ സാഹിത്യത്തിലെ പുത്തൻ കരുത്തുകളെ ലോകരംഗത്തും എത്തിക്കുന്നു എന്നതാണ് ഈ പരിപാടിയിലൂടെ മാതൃഭൂമി ചെയ്യുന്നത്. കോളനി വിരുദ്ധമായ ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പതാകയേന്തിയ ചരിത്രമുള്ള പത്രമാണ് മാതൃഭൂമി. ലോകപ്രശസ്തങ്ങളായ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അവതരിപ്പിച്ച ചരിത്രമുള്ള പത്രവുമാണിത്. വിൽപ്പനാ സാധ്യതയുടെ മാനദണ്ഡം വെച്ചല്ലാതെ വിജ്ഞാനത്തിൻ്റെ നിലവാരം മാനദണ്ഡമാക്കി കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പശ്ചാത്തലമാണ് മാതൃഭൂമിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയും
സംസ്കാരവും അവമതിക്കപ്പെടുന്നിടങ്ങളിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം മാതൃഭൂമിക്കുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, അത് പരാശ്രയത്തിൽ നിന്നുള്ളത് മാത്രമല്ല, ഭയാവസ്ഥയിൽ നിന്നും ജീർണമായ ഭൂതകാലത്തെ കെട്ടിക്കിടക്കിൽ നിന്നും ചിന്താപരമായ ബന്ധനാവസ്ഥയിൽ നിന്നുമൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെ കൂടി സ്വാതന്ത്ര്യമാണത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വ്യക്തിയെയും സമൂഹത്തെയും നയിക്കുന്നത് അറിവാണ്. ആ അറിവിൻ്റെ കിരണങ്ങളാണ് കാ ഫെസ്റ്റിവലിൽ നിന്ന് പ്രസരിക്കുന്നത്. ജയ്പൂർ മുതൽ ഫ്രാങ്ക്ഫർട്ട് വരെയായി ലോകപ്രശസ്തങ്ങളായ ഒരുപാട് പുസ്തകോത്സവങ്ങൾ ഇപ്പോഴുണ്ട്. കേരളത്തിലാകട്ടെ ടൗണുകളിലും ഗ്രാമങ്ങളിലും ഉൾപ്പെടെ അങ്ങോളം ഇങ്ങോളം സാഹിത്യോത്സവങ്ങളും പുസ്തകോത്സവങ്ങളും നടക്കുന്നുണ്ട്. ആ പരമ്പരയിലെ പ്രധാനപ്പെട്ട കണ്ണി എന്ന നിലക്ക് നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ലോക വായനാ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉതകുന്ന രീതിയിലാണ് ബഹുഭാഷാ പ്രാതിനിധ്യത്തോടെ ഈ കാ അക്ഷരോത്സവം മാതൃഭൂമി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നത് അഭിനന്ദനീയമാണ്. പഴയ പാരമ്പര്യം നിലനിർത്തുമ്പോൾ തന്നെ പുതിയ തലങ്ങളിലേക്ക് മാതൃഭൂമി വളർന്നെത്തുന്നു എന്ന് കാണുന്നത് സന്തോഷകരമായ കാര്യമാണ്. ആ വളർച്ചയുടെ ദൃഷ്ടാന്തമാണ് ഈ അക്ഷരോത്സവം. എഴുത്തുകാരുടെ സർഗാത്മകതയാണ് അക്ഷരങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ സർഗാത്മകത ഇത്ര ഭീകരമായ ഭീഷണി നേരിട്ട മറ്റൊരു കാലമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്നത്തേതുപോലെ എഴുത്തുകാർ ഇങ്ങനെ തുടരെ കൊല്ലപ്പെട്ടില്ല. സ്വതന്ത്രവും മൗലികവുമായ അഭിപ്രായ പ്രകടനവും ആവിഷ്കാര അവകാശവും നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും സ്വാതന്ത്ര്യവും അടക്കമുള്ള ഭൗതിക സാഹചര്യങ്ങൾ അപകടപ്പെടാതിരിക്കണം. ഈ ബോധം എഴുത്തുകാർക്കിടയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകൾ ആക്ടിവിസ്റ്റുകൾ കൂടിയാകേണ്ട കാലമാണിത്. അങ്ങനെ ആയില്ലെങ്കിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു പോകും എന്ന ബോധം എഴുത്തുകാരിലും ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന ബോധം കലാകാര സമൂഹത്തിലാകെയും പടർന്നു വ്യാപിക്കുന്ന ഘട്ടമാണിത്. തെരുവിലെ നിലവിളികളെ കേൾക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൻ്റെ കലാസാഹിത്യാദി രംഗങ്ങളിൽ പണ്ടുണ്ടായിരുന്നു. എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരുമൊക്കെ അതിൻ്റെ പ്രതീകങ്ങളായിരുന്നു. പിൽക്കാലത്ത് വള്ളത്തോളും കുമാരനാശാനും ഉള്ളൂരും വയലാറും പൊൻകുന്നം വർക്കിയും പി ഭാസ്കരനും ONV-യുമൊക്കെ ആ പൈതൃകം പിന്തുടർന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിൽ നമ്മുടെ എഴുത്ത് ഉൾവിളികളെ മാത്രം ആശ്രയിക്കുന്നതോ തോന്നലുകളെ മാത്രം പിന്തുടരുന്നതോ രൂപഭംഗിയിൽ മാത്രം അഭിരമിക്കുന്നതോ ഒക്കെയായി മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും അകന്നുപോയി. ആ ഇടവേളയ്ക്ക് ശേഷം പൊള്ളുന്ന ഭൂമിയിലേക്കും അതിലെ വേദനിപ്പിക്കുന്ന മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും സാഹിത്യം ഇറങ്ങി വരികയാണ്. രാഷ്ട്രീയമടക്കമുള്ളവ കൈകാര്യം ചെയ്താൽ എഴുത്തുകാരന് ഹൃദയസങ്കോചം വരികയൊന്നുമില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. പൊതു അഭിപ്രായം രൂപപ്പെടുന്നതിൽ തങ്ങൾക്ക് ഒരു പങ്കുണ്ടെന്നും ആ പൊതു അഭിപ്രായത്തിൻ്റെ സുരക്ഷയില്ലെങ്കിൽ തങ്ങൾക്ക് സ്വതന്ത്ര രചനകൾ അസാധ്യമാകുമെന്നുമുള്ള തിരിച്ചറിവിലേക്ക് എഴുത്തുകാർ വരികയാണിന്ന്. ആക്ടിവിസ്റ്റ് കൂടിയായാലേ ആർട്ടിസ്റ്റ് എന്ന നിലക്കുള്ള അതിജീവനം സാധ്യമാവൂ എന്ന ബോധത്തിലേക്ക് ഉണരുകയാണ്. എഴുത്തിൻ്റെയും ചിന്തയുടെയും രംഗത്ത് ബഹുസ്വരത നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്രമത്തിന് ഒഴിവാക്കാനാവാത്തതാണ്. എന്നാൽ ഈ ബഹുസ്വരതയെ ഏകസ്വരത കൊണ്ട് പകരം വെക്കാനുള്ള ശ്രമങ്ങൾ
രാജ്യത്തിൻ്റെ പല ഭാഗത്തും ശക്തിപ്പെടുന്നതായാണ് കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാവണം ഏത് സാഹിത്യോത്സവത്തിൻ്റെയും ലക്ഷ്യം. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾക്ക് പുലരാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ വായന നിലനിൽക്കൂ. സ്വതന്ത്ര ചിന്തയുടേതായ അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ കാലവും സമൂഹവും പുരോഗമിക്കൂ. ഇവയുടെ അഭാവത്തിൽ സ്വതന്ത്ര ചിന്തക്കുള്ള സാധ്യത പോലും ഇല്ലാതെയാകും. അങ്ങനെ വന്നാൽ വലിയ മരവിപ്പാകും എല്ലാ രംഗത്തും ഉണ്ടാവുക. ഇത്തരമൊരു മരവിപ്പ് ഉണ്ടാക്കാനുള്ള സംഘടിതമായ ശ്രമം നമ്മുടെ രാജ്യത്ത് വ്യാപകമായി നടക്കുകയാണ്. അത് വിജയിച്ചാൽ അവിടെ കഴിഞ്ഞു എഴുത്തിൻ്റെ സ്വാതന്ത്ര്യം. എന്ത് കാണണമെന്നും എന്ത് ആസ്വദിക്കണമെന്നും എന്ത് വായിക്കണമെന്നും എന്ത് കഴിക്കണമെന്നുമൊക്കെ തീരുമാനിക്കാനുള്ള പൗരജനങ്ങളുടെ അധികാരാവകാശങ്ങൾക്ക് മേൽ തുടരെ ചങ്ങല വീഴുന്ന അവസ്ഥയുണ്ടായി. സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏകശിലാരൂപത്തിലുള്ള മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളെ കൊണ്ട് നിറക്കുന്ന ആപൽക്കരമായ നിലയുണ്ടായി. സാംസ്കാരിക രംഗത്താകെ ഇരുട്ട് പടരുന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം. ഈ ഇരുട്ട് ഫാസിസത്തിൻ്റെ സഹജ സ്വഭാവമാണ് എന്ന് നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവോടെ സ്വയം ഉയരാനും വായനാ സമൂഹത്തെ ഉയർത്തിയെടുക്കാനും കഴിയണം. അത്തരം ഇടപെടലുണ്ടാകുമ്പോൾ മാത്രമാണ് സാംസ്കാരികമായ ജാഗ്രതയുടെ അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത്. ആ ജാഗ്രതയുടെ അഭാവത്തിൽ ഫാസിസത്തിൻ്റെ വിഷവിത്തുകളാവും സമൂഹത്തിൽ വളരുക. ആ ആപത്ത് ഉണ്ടാവരുത്. അതുറപ്പാക്കുന്നതിന് സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്നവർ പ്രത്യേക ശ്രദ്ധ വെക്കണം. മലയാള സാഹിത്യത്തെ ആധുനികവൽക്കരിക്കാൻ നിർണായകമാം വിധം ഇടപെട്ടവരാണ് മാതൃഭൂമി. കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിനെ ആധുനികവൽക്കരിക്കാൻ കൂടി നിങ്ങൾ ശ്രമിച്ചാൽ അത് വലിയ കാര്യമാവും. നവോത്ഥാനത്തിൻ്റെ പ്രവണതകളെ തിരുത്തി കുലചിന്തകളിലേക്കും മറ്റും വഴുതി വീഴുകയാണ് നമ്മുടെ സമൂഹം. സത്യത്തിൽ വഴുതി വീഴുകയല്ല, വീഴ്ത്തുകയാണ്. ജാതി വർഗീയ പ്രമാണി ശക്തികൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. സാധാരണ ജനങ്ങളിൽ പലരും ഇവർക്ക് ഇരകളായി പോകുന്നുമുണ്ട്. ജന്മം കൊണ്ട് മനുഷ്യൻ ശ്രേഷ്ഠനോ നികൃഷ്ടനോ ആകുമെന്ന് ചിന്തിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ മഹത്തായ വെളിച്ചത്തിലേക്ക് നയിക്കാൻ എഴുത്തുകാരുടെയും പൊതു സാഹിത്യരംഗത്തുള്ളവരുടെ ആകെയും ഇടപെടൽ ഉണ്ടാകണം. അത് സാഹിത്യകൃതികളുടെ രചനയിലൂടെ തന്നെ ആവണമെന്നില്ല. ലേഖനങ്ങളിലൂടെയാവാം, പ്രഭാഷണങ്ങളിലൂടെയാവാം, ബോധവൽക്കരണത്തിൻ്റെ ഏത് മാധ്യമം ഉപയോഗിച്ചുമാവാം. ഇന്ന് ഇത് ചെയ്യുന്നതിൽ, ഈ കടമ നിർവഹിക്കുന്നതിൽ നമുക്ക് വീഴ്ചയുണ്ടായാൽ നാളെ കാലത്തിനു മുൻപിൽ നമ്മൾക്ക് കുറ്റവാളികളായി നിൽക്കേണ്ടി വരും. ഈ ധർമ്മം സർക്കാരിന് മാത്രമായി നിറവേറ്റാവുന്നതല്ല. നിയമം കൊണ്ടോ ഉരുക്കുമുഷ്ടി കൊണ്ടോ സാധിക്കാവുന്നതുമല്ല. കേരളത്തിലെ സാമൂഹ്യാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ആചാരാനുഷ്ഠാനങ്ങൾ കാലത്തിനനുസൃതമായ രീതിയിൽ നവീകരിക്കപ്പെടുന്നതിനെ സ്വാഗതം ചെയ്താൽ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരത്തിൽ സർക്കാർ ഇടപെടുന്നു എന്നും മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നുമൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ ഉയരുന്നത്. നരബലിയെപ്പോലും വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ മനസ്സുള്ളവരുള്ള രാജ്യമാണ് ഇത് എന്ന് ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നവോത്ഥാന മൂല്യങ്ങളെ, അതുമായി ബന്ധപ്പെട്ട മാനുഷിക മൂല്യങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ സാഹിത്യകാരന്മാർ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങളെയും മനുഷ്യനിർമ്മിതമായ സാമ്പത്തിക ഞെരുക്കങ്ങളെയുമൊക്കെ ഒത്തൊരുമയോടെ അതിജീവിച്ച് കേരളത്തെ ഒരു നവകേരളമായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സംസ്ഥാന സർക്കാർ. നവകേരളമെന്നത്
എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും ആരെയും അന്യവൽക്കരിക്കാത്തതും സമത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങളെ കൂടുതൽ മുറുകെ പിടിക്കുന്നതുമായിരിക്കും. അത്തരത്തിൽ മാനവികതയുടെ വിശാലമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹം കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മാതൃഭൂമിക്കടക്കം നമ്മുടെ സമൂഹത്തിനാകെയുണ്ട്. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം 2025 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.